ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. ഒരുപാട് നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾ, ഐസറിന് ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ്, അവരുടെ പാരൻസ് എല്ലാവരും പറഞ്ഞ കാര്യം നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് റൂമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ക്യാമ്പസ് ടൂർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 28 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനുള്ളൊരു സമയം ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. കാര്യം നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അഡ്മിഷനും കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അക്കാഡമിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു തിരക്കിലായിരുന്നു. ഇനി ഫർദർ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കാം എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസ് റൂം, എന്താണ് ഒരു ക്ലാസ് റൂമിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഐസറിന് വേണ്ടിയിട്ടൊരു 1 ഇയർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം ഒക്കെ വേണ്ട ആവശ്യമുണ്ടോ? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പലപ്പോഴും ഐസറിനെ കുറിച്ചുള്ള കോച്ചിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആളുകളുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ക്രിസ്പർ ലേണിംഗ് ഫൗണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും കൂടുതൽ സയന്റിസ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക. നീറ്റ് ജെഇ അല്ലാതെ നൈസർ പോലെയുള്ള അതുപോലെ IISc പോലെയുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള കോളേജുകളിൽ മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസിനെ എത്തിക്കുക ആൻഡ് കൂടുതൽ ആളുകളെ റിസർച്ചിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മിഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളുടെ ഒരു ക്ലാസ് റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പല വീഡിയോകളിലായിട്ടും ഇന്റർവ്യൂകളിലായിട്ടും ഒക്കെ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമാണ്, ഞാനൊരു ടീച്ചർ ആവുന്നത് MITയിലെ ഒരു ഫിസിക്സിന്റെ ലെക്ചറായിട്ടുള്ള ഒരു ടീച്ചറായിട്ടുള്ള ഏറ്റവും അടിപൊളി ഫിസിക്സ് ടീച്ചറായിട്ടുള്ള ഡോക്ടർ വാൾട്ടർ ലെവിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടാണ്. അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനൊരു ടീച്ചർ ആവണം എന്നുള്ളത് തീരുമാനിച്ചത്. അപ്പം പണ്ട് എന്നെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വാൾട്ടർ ലെവിന്റെ ക്ലാസ്സുകളൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുക. വാൾട്ടർ ലെവിൻ വരുന്നു, തിയറി എടുക്കുന്നു, അതിലുള്ള എക്സ്പെരിമെന്റുകൾ, ഡെമോൺസ്ട്രേഷൻസ് ഫുള്ളി എൻഗേജ്ഡ് ആക്കുന്നു. ആ സബ്ജക്റ്റിനോട് പ്രണയം തോന്നുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു. അപ്പം ആ ക്ലാസ് റൂമിന് ഒരു പ്രത്യേകത ഉണ്ട്, ആ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ബോർഡിന് പ്രത്യേകത ഉണ്ട്, ആ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് ഇരിക്കുന്ന രീതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ ക്ലാസ് റൂമിലുള്ള ആംബിയൻസ് എന്ന് പറയുന്നത് സയൻസ് എത്രത്തോളം അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ അതിനൊരൊത്ത ക്ലാസ് റൂം ആയിരുന്നു ആ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട്, അത് MITയിലുള്ള ക്ലാസ് റൂമാണ്, അത്രയൊന്നും നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ ബിൽഡ് ചെയ്ത് വെച്ചത്. ഈ ഒരു ക്ലാസ് റൂം ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ആംഫി തിയേറ്റർ ഡിസൈൻ ആണ്. അതായത് ഒരു ടീച്ചറിന്റെ ചുറ്റും ഇങ്ങനെ ആർച്ചായിട്ട് വട്ടത്തിലായിട്ടാണ് കുട്ടികൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ആയിട്ടാണ് കുട്ടികൾ ഇരിക്കുന്നത്. ആൻഡ് ഇതുപോലെ ഇപ്പൊ ഞാൻ ആക്ച്വലി നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ക്ലാസ് റൂമിൽ ഇരുന്നാണ്. അപ്പൊ ഇതുപോലെ ഒരു ടേബിളും ഉണ്ടായിരിക്കും. അപ്പൊ ആ ടേബിളിന്റെ മുകളിൽ നമ്മളുടെ സയൻസിന്റെ എക്സ്പെരിമെന്റുകൾ, ഡെമോൺസ്ട്രേഷൻസ് ഇതെല്ലാമാണ് നമ്മൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസ് റൂം എന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും നീറ്റ് ജെഇ അല്ലാതെ മൂന്നാമത്തെ ഒരു എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് ആയിട്ട് മാത്രം മാറാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു ക്ലാസ് റൂം പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസ് റൂം ഇറ്റ്സെൽഫ് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്രിസ്പർ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് സയൻസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പം ക്ലാസ് റൂം നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് കൺസീവ് ചെയ്തത് തൊട്ടുള്ള കാര്യമാണ്. പണ്ട് 8ാം ക്ലാസ്സിൽ നിന്നും തുടങ്ങുന്ന കഥയാണ് ഈ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ നമ്മുടെ ക്ലാസ് റൂമിൽ കൊണ്ടുവരണം. സോ ദാറ്റ് നമ്മളുടെ മിഷനിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ക്ലാസ് റൂമിന്റെ 1 ഇയർ ലോങ് പ്രോഗ്രാം, ക്ലാസ് റൂം പ്രോഗ്രാം ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ചോദിച്ചാൽ, +2 കഴിഞ്ഞതിന് ശേഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് സയൻസിലും റിസർച്ചിലും ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത, നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതൊരു റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമാണ് അല്ലേ. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റുകളും ഒരേപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കും. അതുപോലെ തന്നെ ഒരേപോലെ തന്നെ നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഈ എക്സാംസ് ഒരിക്കലും OMR ബേസ്ഡ് ആയിട്ടുള്ള പെൻ ആൻഡ് പേപ്പർ പരീക്ഷയല്ല, പകരം
കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. കാര്യം നിങ്ങൾക്കറിയാം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീക്ക് തൊട്ട് എക്സാംസ് ത്രൂ ഔട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് മുന്നേക്ക് പ്ലാൻ ചെയ്യുന്നത്. അത് നമ്മൾ ഐസറിന്റെ എക്സാമിന്റെ സെയിം ഇന്റർഫേസിൽ തന്നെ നമുക്ക് എഴുതി ശീലിക്കാവുന്ന രീതിയിലാണ് നമ്മളുടെ കരിക്കുലം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം പ്ലസ് ടുവിന് ശേഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് 1 ഇയർ സ്പെൻഡ് ചെയ്ത് പഠിക്കാനാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ നമ്മളുടെ ക്ലാസ് റൂം ഒരുക്കിയിട്ടുള്ളത്, ഈ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇത് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തൊരു സ്റ്റുഡൻസിന് എന്തായിരിക്കും ഇൻ റിട്ടേൺ കിട്ടുക എന്ന് ചോദിച്ചാൽ, നമ്മൾ 4 സബ്ജക്റ്റും ഒരേപോലെ പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളത് പറഞ്ഞു. ആൻഡ് വീക്ക്ലി എക്സാംസ് കണ്ടക്ട് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൽ ഫെർദർ ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസുമായിട്ടുള്ള മെന്റർഷിപ്പ് കണക്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈവൻ ഓഫ്ലൈൻ ആയിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത് എങ്കിൽ പോലും ഓൺലൈൻ ആയിട്ട് നമുക്ക് മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ക്ലാസ്സുകൾ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകൾ നടക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളുടെ ആപ്പിലൂടെ ക്ലാസ്സുകൾ കാണാനും അതുപോലെ തന്നെ മെറ്റീരിയൽസ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നമുക്ക് ആപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു സ്മാർട്ട് ലേണിംഗ് ഇൻ്റഗ്രേഷനും കൂടെ നമ്മൾ ഈ ഒരു കരിക്കുലത്തിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മളുടെ ക്ലാസ് റൂമിന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഓൾറെഡി ക്ലാസ് കണ്ടുവരുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ക്ലാസ്സുകളെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് ലൈവായിട്ട് തന്നെ ക്ലാസ് റൂമിൽ നടക്കും. സോ ദാറ്റ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ടീച്ചേഴ്സുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ നടത്തുന്ന മോക്ക് ടെസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നീറ്റിനും ജെഇക്കും ഒക്കെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ളത് പോലെ തന്നെ ഐസറിലൊന്നും ക്വസ്റ്റ്യൻസ് അവൈലബിൾ അല്ല. അപ്പം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഓൺ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ മോക്ക് ടെസ്റ്റിനും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മെൻറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഇത് നമ്മളുടെ ഈ ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു ടീച്ചിങ് ഫിലോസഫി എന്ന് പറയുന്നത് ഞാൻ ടീച്ചേഴ്സിനോടും അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റുഡൻസിനോടൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതൊരു 100% കോച്ചിങ് ആണ് എന്ന് എക്സ്പെക്ട് ചെയ്ത് ദയവ് ചെയ്ത് ഇവിടെ വരരുതെന്ന് ഞാൻ സ്റ്റുഡൻസിനോട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യമേ പറയും. അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് ഞാൻ പറയും, ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ, കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷം എക്സ്പീരിയൻസുകളുള്ള ടീച്ചേഴ്സാണ്. അപ്പം ടീച്ചേഴ്സിനോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കോർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു കോച്ചിങ് ക്ലാസ് റൂം ആക്കി നമുക്ക് മാറ്റണ്ട, നമുക്കിതൊരു സയൻസ് ക്ലാസ് റൂം ആക്കി മാറ്റാം. അപ്പം അങ്ങനെ ഒരു മിഷനോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീച്ചിങ് ഫിലോസഫിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പരീക്ഷ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വേണ്ട കാര്യം തന്നെയാണ്. കാര്യം ഇതൊരു കോച്ചിങ്ങും കൂടിയാണ് അല്ലേ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സബ്ജക്റ്റിനോടൊരു പ്രണയം തോന്നുന്ന രീതിയിൽ, ഒരു സബ്ജക്റ്റിനോടൊരു പാഷൻ തോന്നുന്ന രീതിയിൽ ആ സബ്ജക്റ്റിനെ മാറ്റിയെടുക്കണം. എസ്പെഷ്യലി ഫിസിക്സ് ഒക്കെ പോലെയുള്ള ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് അല്ലേ, അതുപോലെയുള്ള ടോപ്പിക്കുകൾ, അതിലൊക്കെ നമ്മൾ റിയൽ വേൾഡ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻസ്, എക്സ്പെരിമെൻറ്റുകൾ ഇതെല്ലാം നമ്മൾ ക്ലാസ് റൂമിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോർ ടീച്ചിങ് ഫിലോസഫി ഇത്ര മാത്രമേ ഉള്ളൂ: ടു മേക്ക് സ്റ്റുഡൻസ് ലവ് ദെയർ സയൻസ് സബ്ജക്ട്സ്. ഇതാണ് നമ്മളുടെ ഒരു കോർ ആയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ് റൂം പ്രോഗ്രാമിൻ്റെ ഒരു ക്ലാസ് റൂം ഫിലോസഫി എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഒരു ഡെയിലി ഷെഡ്യൂൾ, ഒരു ബാച്ചിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഡെയിലി ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ് റൂമിൽ 50 സ്റ്റുഡൻസിനെ മാത്രമേ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതൊരു മൈക്രോ ബാച്ച് എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. നമ്മളെ രാവിലത്തെ ക്ലാസ് രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്യുക. 7:30 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരിക്കും ക്ലാസ്സുകൾ. ആ ക്ലാസ്സുകൾ 5.5 മണിക്കൂറാണ് ടോട്ടൽ ക്ലാസ്സുകളുടെ ഡ്യൂറേഷൻ. 5 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ആൻഡ് ബാക്കി 30 മിനിറ്റ്സും ബ്രേക്ക് ആയിരിക്കും. ആൻഡ് ആ ബ്രേക്കിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ടീയും ചെറിയ രീതിയിലുള്ള സ്നാക്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് അതിനുശേഷം നെക്സ്റ്റ് ബാച്ച്, അതായത് 1:15 അടുത്ത ബാച്ച് വരികയാണ് ചെയ്യുക. ആ ബാച്ച് 1:15 തൊട്ട് വൈകിട്ട് 6:45 വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക.
നമ്മളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത്. ഗേൾസ് ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ഏകദേശം ഒരു 200, 250 മീറ്റർ മാത്രമേ നടക്കാനുള്ളൂ. ആൻഡ് ബോയ്സ് ഹോസ്റ്റലിന്റെ കാര്യം പറയുകയാണെങ്കിലും അത്ര അധികം ദൂരമല്ല. അതൊരു 500 മീറ്ററിൽ കുറവ് ദൂരം മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈ ഒരു ടൈം ഷെഡ്യൂൾ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഇതാണ് ഒരു ഡെയിലി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എല്ലാ വീക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുക. ആൻഡ് ആഴ്ചയിൽ ഒരു ദിവസം സ്റ്റഡി ലീവും ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളുടെ ഒരു 1 വീക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് എങ്കിലും നമ്മൾ എക്സാംസ് എഴുതുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. എല്ലാ ആഴ്ചയും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് എഴുതാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഓൺലൈൻ ആപ്പ് വഴിയുള്ള ലേണിങ്ങും ഓൺലൈൻ ആപ്പ് വഴിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം നമ്മൾ ഈ ഓഫ്ലൈൻ പ്രോഗ്രാമിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഓൺലൈനിലൂടെ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വർഷം ഓഫ്ലൈനിലുള്ള സ്റ്റുഡൻസിനും മെന്റർഷിപ്പ് അവൈലബിൾ ആയിരിക്കും. ഓൺലൈൻ ആയിട്ടുള്ള മെന്റർഷിപ്പ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കും. നമ്മളുടെ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഈ കുട്ടികൾക്കുള്ള മെന്റർഷിപ്പ് കൊടുക്കുന്നത്. എന്താണ് ഒരു മെന്ററിന് ഒരു കുട്ടിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഒരു കുട്ടിക്ക് വേണ്ട റൈറ്റ് മെന്റേഴ്സ് ആണ് ഇവരെന്ന് ഞാൻ പറയും. കാര്യം അവര് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എക്സാം ഓൾറെഡി ക്ലിയർ ചെയ്ത ആളുകളാണ് ഈ മെന്റേഴ്സ്. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന സ്ട്രാറ്റജി, അവർ പറയുന്ന മറ്റ് കാര്യങ്ങൾ, അതൊക്കെ ഇവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടൈംലി മോട്ടിവേഷൻ കൊടുക്കുക, ടൈംലി അപ്ഡേറ്റ്സുകൾ കൊടുക്കുക, അവരുടെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുക, അവരെ പുഷ് ചെയ്യുക. അപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ ഈ വർഷം ഓൺലൈനിൽ 13 സ്റ്റുഡൻസ് ആണ് നമ്മൾ ഐസറിലേക്ക് ക്രിസ്പറിൽ നിന്നോ ഐസറിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റുഡൻസ് എല്ലാം എടുത്തു പറഞ്ഞ ക്രിസ്പറിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു റൈറ്റ് മെന്റർ ഉണ്ടായിരുന്നു ഞങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരിക്കലും തോറ്റു പോവാൻ വിടാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ തോറ്റു പോവാൻ ഒട്ടും സമ്മതിക്കാത്ത ഒരു മെന്റർ ഉണ്ടായിരുന്നു. ആ മെന്ററാണ് ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്. അപ്പൊ അതേപോലെയുള്ള മെന്റർഷിപ്പ് തീർച്ചയായിട്ടും ഓഫ്ലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ക്ലാസ് റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് തന്നെയായിരിക്കും അവൈലബിൾ ആയിരിക്കുക. കാര്യം നമ്മളെ മെന്റേഴ്സ് എന്ന് പറഞ്ഞ എല്ലാവരും തന്നെ ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇനി പല പാരന്റ്സും സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്, എൻ്റെ വീട് കുറച്ച് ദൂരത്താണ്, അല്ലെങ്കിൽ മറ്റ് കാരണം കൊണ്ട്, അല്ലെങ്കിൽ UAE-യിലാണ്, ഇന്ത്യയിലില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻസ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമുണ്ടോ? ഓൺലൈൻ ക്ലാസ്സും വർക്ക് ചെയ്യില്ലേ? ഓൺലൈൻ ക്ലാസ്സിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, നിങ്ങളെല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെയല്ലേ കീപ്പ് ചെയ്യുക എന്നുള്ളത്? തീർച്ചയായിട്ടും. കാര്യം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് റിസൾട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഓൺലൈൻ വർക്ക് ചെയ്യും. ദെൻ വൈ ഓഫ്ലൈൻ എന്ന് ചോദിച്ചാൽ, ഡെഫിനറ്റ്ലി ഓഫ്ലൈൻ ഓൺലൈനിനെക്കാട്ടിലും പ്രീമിയമാണ്. കാര്യം ഓൺലൈനിലുള്ള കണ്ടന്റുകളെല്ലാം തന്നെ ഓഫ്ലൈനിൽ അവൈലബിൾ ആണ്. പ്ലസ് അഡീഷണൽ ക്ലാസ്സുകളാണ് ഓഫ്ലൈനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു ടിപ്പിക്കൽ കോച്ചിങ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊരു സയൻസ് കുറച്ചും കൂടെ എൻഗേജിങ് ആക്കുന്ന രീതിയിൽ, സയൻസ് കുറച്ചും കൂടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതും കൂടെ ഓഫ്ലൈൻ്റെ ഒരു ടാർഗറ്റ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആർക്കാണ് ഓഫ്ലൈൻ കൂടുതൽ അനുയോജ്യം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കൊരു എക്സ്ട്രാ പുഷ് വേണം, നിങ്ങൾക്കൊരു കൺട്രോൾ വേണം, നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ ഒരാൾ വേണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓഫ്ലൈനാണ് പ്രിഫർ ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ. ഇപ്പോൾ പല സ്റ്റുഡൻസും ഹോസ്റ്റലിലേക്ക്, നമ്മൾ തന്നെ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മളെ ക്യാമ്പസിന്റെ അടുത്ത് നിന്ന് 4-5 കിലോമീറ്റർ അപ്പുറമുള്ള ആളുകൾ പോലും ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അതിനുള്ള കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, വീട്ടിലിരുന്നാലുള്ള പ്രശ്നങ്ങൾ, മടി, അതുപോലെ തന്നെ വീട്ടിലുള്ള സിബ്ലിങ്സ് ആണെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അവരുമായിട്ട് ടൈം അറിയാതെ സ്പെൻഡ് ചെയ്തു പോവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ഡെഫിനറ്റ്ലി ഓഫ്ലൈൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി പിന്നെ ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്,
ഓൺലൈനിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് കുറവായിരിക്കും. ഒരു പിയർ ലേണിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ തൊട്ടടുത്ത് ആളുകളുണ്ട് അല്ലേ, ഒരു റിയൽ പേഴ്സൺ നമ്മളുടെ അടുത്ത് ഇരുന്ന് പഠിക്കുന്നുണ്ട്. അത് ഇറ്റ്സെൽഫ് ഈസ് എ മോട്ടിവേഷൻ, റൈറ്റ്? അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കണമെങ്കിൽ, കുറച്ചും കൂടെ ഡിസിപ്ലിൻ ലൈഫിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫ്ലൈൻ പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി അല്ല, നിങ്ങൾക്ക് നിങ്ങളെ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ഒരു പ്യൂർ ലേണിങ്ങിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് വീട്ടിൻ്റെ കംഫർട്ടിൽ ഇരുന്നും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് ഓൺലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളുടെ ക്രിസ്പർ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആവുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഐസറിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് കൊടുക്കുന്നു എന്നതിലുപരി സയൻസിന് വേണ്ടിയിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിസ്പർ ആണ്. അല്ലെങ്കിൽ ക്രിസ്പറിലൂടെയാണ് ഒരു സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഉള്ള കാര്യം എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും. പിന്നെ എന്തിന് നിങ്ങൾ ക്രിസ്പറിൽ വരണം? ഒരു വർഷം ഐസറിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ വൈ ഡു യു ചൂസ് ക്രിസ്പർ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫാക്കൽറ്റി ലൈനപ്പാണ്. അങ്ങേയറ്റം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് മാത്രമേ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് റൂം പ്രോഗ്രാംസിലുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ പോലെയുള്ള ഐസർ ഗ്രാജുവേറ്റ്സിൻ്റെ ഡയറക്റ്റ് മെൻറ്റർഷിപ്പ്, അതുപോലെ നിങ്ങൾക്ക് ഐസറിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് ഒക്കെ അവൈലബിൾ ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇൻവാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഞാൻ പറഞ്ഞു, ഒരു കോച്ചിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ നർച്ചർ ചെയ്യുക, അതൊരു കൾച്ചർ ചെയ്തെടുക്കുക എന്നുള്ളതും കൂടെ നമ്മളുടെ ഒരു മിഷൻ്റെ ഭാഗമാണ്. ആൻഡ് അതിനൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് റൂമാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്കൊരു റിസപ്ഷൻ വരുന്നുണ്ട് ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ, ആൻഡ് ഒരു ഗസ്റ്റ് ലോഞ്ച് വരുന്നുണ്ട്, നമ്മളുടെ ഒരു വർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്, ഒരു ക്ലാസ് റൂം, ഒരു ലെക്ചർ ഹാള് വരുന്നുണ്ട്, ആൻഡ് ഒരു സൈലന്റ് സോൺ എന്ന് പറഞ്ഞ പേരിട്ട് വിളിക്കുന്ന ഒരു റീഡിംഗ് ഏരിയയും വരുന്നുണ്ട്. ആൻഡ് നമ്മളുടെ ഇവിടെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോർ റൂമും അതുപോലെ തന്നെ വാഷ് റൂമും ആണ് നമ്മളുടെ ഈ ഒരു ക്യാമ്പസിൻ്റെ അകത്ത് വരുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്കൊരു ഫീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തേക്ക് നമ്മളുടെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 79,990 റുപ്പീസ് ആണ് ഒരു വർഷത്തേക്ക് വരുന്ന കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് പുറമേ ആയിരിക്കും ഹോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കുക. ഹോസ്റ്റൽ ഫീസ് പിന്നെ എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഹോസ്റ്റലിൻ്റെ ഫീയും റെൻറ്റും ഭക്ഷണവും അടക്കം അത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇത് കോഴ്സ് ഫീ കൂടാതെ തന്നെ വരുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ചെറുതായിട്ട് ഒന്ന് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഡിലേ ആയിപ്പോയത്. അപ്പോൾ ഇനി ഫർദർ അപ്ഡേറ്റ്സ് എല്ലാം തീർച്ചയായിട്ടും നമുക്ക് മുന്നിലേക്ക് ഉണ്ടായിരിക്കും. ആൻഡ് കൂടുതൽ കുട്ടികളെ സയൻസിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ ആളുകളെ റിസർച്ചിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയുള്ള നമ്മളുടെ ഈ ഒരു മിഷൻ കണ്ടിന്യൂ ചെയ്യും. കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലാസ് റൂം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന പോഡ്കാസ്റ്റുകളാണെങ്കിലും, ഇനി വരാൻ പോകുന്ന ഇൻ്റർവ്യൂകളാണെങ്കിലും, ഇനി വരാൻ പോകുന്ന ക്യാമ്പസ് ടൂറുകളാണെങ്കിലും എല്ലാം നമുക്ക് വലിയ വലിയ കാര്യങ്ങളാണ് മുന്നിലേക്ക് ക്രിസ്പർ ലേണിംഗ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ക്രിസ്പറിൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് മാറിയതിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് അപ്ഡേറ്റ് ആണ്. അത് ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് തോന്നി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അപ്പം ഫർദർ അപ്ഡേറ്റ്സും മറ്റ് ഡീറ്റെയിൽസും ആയിട്ട് മുന്നോട്ടേക്ക് നമ്മൾ കാണും. താങ്ക്സ് ഫോർ വാച്ചിങ്.